ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3 ദിവസം മുമ്പ് നെറ്റ്ഫ്ലിക്സിലൂടെ ആദിത്യ നിമ്പൾക്കാറിന്റെ സംവിധാനത്തിൽ ഹിന്ദി ലാംഗ്വേജിൽ പുറത്തിറങ്ങിയ സെക്ടർ 36 എന്ന ക്രൈം ത്രില്ലർ സിനിമയെ കുറിച്ചാണ്. 12th ഫെയിലിൽ നായകനായ വിക്രന്ത് മാസിയാണ് ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പുള്ളിയുടെ അഭിനയത്തെ പറ്റി ഒന്നും പറയാനില്ല. സൈക്കോ കില്ലറായി പുള്ളി അഭിനയിക്കുകയല്ല, ജീവിക്കുകയായിരുന്നു. 2006 നടന്ന നോയിട്ട സീരിയൽ കില്ലിങ്ങിനെ ബേസ് ചെയ്താണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. സെക്ടർ 36 സ്ട്രീറ്റിൽ നിന്നും തുടർച്ചയായി കുട്ടികൾ മിസ്സിംഗ് ആവുന്നതും കുട്ടികളുടെ മിസ്സിങ്ങിനെ കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് ഓഫീസേഴ്സ് രംഗത്ത് വരുന്നതും പിന്നീടുണ്ടാകുന്ന ത്രില്ലിംഗ് എലമെന്റ്സ് ഒക്കെയാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. കേൾക്കുമ്പോൾ ഒരു സാധാ ത്രില്ലർ പടത്തിലെ ടെംപ്ലേറ്റ് പോലെ തോന്നാമെങ്കിലും സെക്ടർ 36 ഇതിലെ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് കൊണ്ടും ടൈറ്റ് സ്ക്രീൻ പ്ലേ കൊണ്ടും നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. സിനിമയ്ക്ക് ആവശ്യമില്ലാത്ത കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒന്നും പടത്തിലില്ല. 2 മണിക്കൂറും 3 മിനിറ്റുമാണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ ആയിട്ട് വരുന്നത്. സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് നൽകിയ സെക്ടർ 36 എന്ന ഈ സിനിമയിൽ ഒരുപാട് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സീനുകളും തെറികളും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതും കൂടെ എടുത്തു പറയാം. പടത്തിലെ ചില സീനുകൾ ഒരേ സമയം നമ്മളെ ഞെട്ടിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നത്തെ സൊസൈറ്റിയുടെ മുഖം ഒരു മറയുമില്ലാതെ തുറന്നു കാട്ടുകയാണ് സംവിധായകനായ ആദിത്യ നിമ്പൾക്കാർ. ഇനി വല്ലതും ഞാൻ പറയുകയാണെങ്കിൽ അത് സ്പോയിലർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. സോ ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവര് തീർച്ചയായും ഒരു തവണയെങ്കിലും ഈ സിനിമ ഒന്ന് കണ്ടു നോക്കുക. ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. സോ ഈ ഫിലിം കണ്ടവരാണ് നിങ്ങളെങ്കിൽ സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക.